ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് ആൻഡ് ഡാൽ പോറേജാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കുറേ പ്രാവശ്യം വാഷ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറേ പ്രാവശ്യം വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മട്ടരിയാണ്. ഞാനിവിടെ മട്ടരി എടുത്തിട്ടുള്ളത്. ഏതരിയായാലും കുഴപ്പമില്ല. അത് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഞാനൊരു 5 to 6 ടൈംസ് വാഷ് ചെയ്യുന്നുണ്ട്. കാരണം അതിലെന്തെങ്കിലും സെഡിമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. നന്നായി വാഷ് ചെയ്യാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം അതും കൂടെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. പരിപ്പും അരിയും ഡിഫറെൻറ്റ് വേവ് ആവുകൊണ്ട് ഞാൻ പരിപ്പ് ഒരു പാത്രത്തിലും അരി കുക്കറിലും ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം വെന്ത ഒരു ഓൾമോസ്റ്റ് പരിപ്പ് ഒരു 3/4 വേവായതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ റൈസും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വെന്ത് ചൂടാറിന് ശേഷം ഞാനത് ബ്ലെൻഡറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഫീഡിങ് ബോട്ടിലാക്കിയിട്ട് കീന് കൊടുക്കലാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ കീന് ഇത് ട്രൈ ചെയ്യുന്നത്. അരിയും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നൊരു ഫുഡാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ്, അയൺ റിച്ച് ആണ്. അതുപോലെ റൈസ് എല്ലാവർക്കും അറിയുന്ന പോലെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. ആദ്യമായിട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ചില കുഞ്ഞുങ്ങൾക്ക് ചില ഫുഡിനോട് അലർജി ഉണ്ടാവും. അപ്പം നമ്മൾ പൊതുവേ പരിപ്പിനും അരിക്കും അങ്ങനെ അലർജി സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. ഓരോ ബേബീസും ഓരോ പോലെ ആവുകൊണ്ട് ചില ബേബീസിന് അലർജി ഉണ്ടാവും. നമ്മൾ അതിന് അനുസരിച്ച് വേണം ഓരോ ഫുഡും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതൊന്ന് സെറ്റായതിനു ശേഷം അടുത്ത ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് മുഴുവനൊന്നും അവർ കഴിച്ചോളണമെന്നില്ല. കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും അവർ ആദ്യം കഴിക്കുന്നുണ്ടാവുക. ആദ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ തുടങ്ങി പിന്നെ ക്വാണ്ടിറ്റി കൂട്ടി വരുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം കുഞ്ഞുങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you for watching my video. Bye bye.